5887553. ആണായാലും പെണ്ണായാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. സെൽഫ് കൺട്രോൾ ഉണ്ട് നാഗച്ചേച്ചിക്ക്. നാഗച്ചേച്ചിയല്ല, നാഗ. ഒരാണിനോടായാലും പെണ്ണിനോടായാലും തുറന്നങ്ങോട്ട് സംസാരിക്കണമല്ല. നീയൊക്കെ ഒരാണിനെ കാണുമ്പോൾ കള്ളത്തരം പറഞ്ഞ് അവരുടെ അടുത്ത് കൂട്ടും. പെണ്ണാണെങ്കിൽ കള്ളത്തരം പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും വളച്ച് കൈവശപ്പെടുത്താനുള്ളത് നോക്കും. അതോടുകൂടി നിന്റേതായ ജീവിതം കട്ടപ്പുകയാകും. സത്യങ്ങൾ പോലെ അങ്ങ് പറയണം. മനസ്സ് തുറന്ന് അങ്ങ് പറയണം. ഈ ഭൂലോകത്ത് എത്രയോ പെണ്ണ് കിടക്കുന്നു, എത്രയോ ആണ് കിടക്കുന്നു. മനസ്സിലായോ? 51 രൂപ ഹരി പ്രസാദ് ഇട്ടിരിക്കുന്നു. ഹലോ നാഗ, എൻ്റെ ചേട്ടൻ പൂനെയിൽ ഉള്ള രാകേഷിന് കല്യാണം കഴിക്കുവാൻ പെണ്ണ് കിട്ടുന്നില്ല. ദേവി ഒന്ന് പ്രാർത്ഥിക്കാമോ? പിന്നെന്താ, പൂനെയിലല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും പെണ്ണ് കിട്ടും. അവിടെയൊക്കെയാണോ പെണ്ണ് കിട്ടാനായിട്ട് വിഷമം? ഈ ഭൂലോകത്ത് മുഴുവൻ പെണ്ണുണ്ട്. പെണ്ണ് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് അത് ആദ്യം നമ്മൾ സ്വതന്ത്രരാകണം. ഒരു പെണ്ണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, പെണ്ണുങ്ങളെ പൂട്ടിയിട്ട് വളർത്തരുത്. പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് അവരെ വിടണം. പെൺപിള്ളേർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ബുദ്ധിയുള്ള പെൺപിള്ളേരാണ് അന്നും ഇന്നും എന്നും ഉള്ളത്. അവർക്ക് എന്തെല്ലാം കഴിവാണോ അത് കഴിവിനനുസരിച്ച് അവരെ അങ്ങ് വിടുക. അപ്പോൾ പുരുഷന്മാരോട് പെൺപിള്ളേർക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടം ഉണ്ടാവും. മനസ്സിലായോ? കുറെ ആണുങ്ങൾ വിവരദോഷം പറയാറുണ്ട്, എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല. ചില പെൺപിള്ളേർ വന്ന് പറയും, എനിക്ക് വിവാഹം ഇതുവരെ ആയിട്ടില്ല. അങ്ങനെയല്ല. നിങ്ങൾ ആണാണെങ്കിൽ ഒരു പെണ്ണ് നിങ്ങൾക്ക് വേണം മസ്റ്റായിട്ട്. പെണ്ണാണെങ്കിൽ ഒരാണ് നിങ്ങൾക്ക് വേണം കേട്ടോ. ഒന്ന് തലോടാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ ഒരു ആണും പെണ്ണും പരസ്പരം വേണം. അതിന് വിവാഹം കഴിക്കണമെന്നില്ല. ചിലപ്പോ 1 മാസമേ നിങ്ങൾ ജീവിക്കുന്നുള്ളായിരിക്കും. ആയിക്കോട്ടെ, ഈ 1 മാസമെങ്കിലും നിങ്ങളുടെ കൂടെ ഒരു ആണോ പെണ്ണോ കൂടെ ഉണ്ടാകണം. അടുത്ത മാസം വേറൊരാളായിരിക്കും. ആയിക്കോട്ടെ, എപ്പോഴും ഒരു പെണ്ണോ ആണോ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണം. മനസ്സിലായോ? ഒറ്റയ്ക്ക് ജീവിക്കരുത്. നമ്മുടെ കൂടെ എപ്പോഴും ഒരാണോ പെണ്ണോ ഉണ്ടാവണം. അവര് പോവാണെങ്കിൽ പോട്ടെ. കുറെ നാള് കഴിഞ്ഞ് നിങ്ങൾക്ക് മടുക്കുന്നോണം പോവാണെങ്കിൽ പോട്ടെ. പക്ഷെ നമ്മളോടൊപ്പം എപ്പോഴും ഒരാണോ പെണ്ണോ ഒപ്പം ഉണ്ടാകണം. മനസ്സിലായോ? ഒറ്റയ്ക്ക് ജീവിക്കരുത്. ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല്, വൃത്തികെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോ നിങ്ങൾ ഇത്തിരി പണമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ പണം കണ്ട് മോഹിക്കും. എന്നിട്ട് ചുമ്മാ കളത്തരങ്ങളൊക്കെ പറഞ്ഞ് പ്രേമമൊക്കെ നടിച്ച് സ്നേഹം നടിച്ച് നിങ്ങളുടെ കൂടെ കൂടി ആ പണത്തിന് വേണ്ടി സ്നേഹിക്കും. അതല്ല, സത്യമാണ് പറയുന്നതെന്ന് ഐശ്വര്യ. അപ്പൊ ആ പണത്തിന് വേണ്ടി സ്നേഹിച്ചു, പണം കണ്ട് വസ്തുക്കളൊക്കെ കണ്ട് നിങ്ങൾ സ്നേഹിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഒരാണോ പെണ്ണോ നിങ്ങളോടൊപ്പം വേണം. പ്രലോഭനങ്ങളിൽ വീഴാതിരുന്നാ പോരേന്ന്. എന്തോന്ന് പ്രലോഭനങ്ങൾ? എടോ, ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാം പ്രലോഭനങ്ങളാ. നമുക്ക് വന്നു പെടുന്നതെല്ലാം പ്രലോഭനങ്ങളാ. ഇപ്പൊ അതാണ്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നില്ലയോ? ഞാനിങ്ങനെ നോക്കുമ്പോ ഇത് മൊത്തം പ്രലോഭനങ്ങളായിട്ടാ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ വീഴുന്നുണ്ടോ? ഇല്ല. എന്നാ ഞാൻ വീഴാതിരിക്കുന്നുണ്ടോ? വീണ് തരുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ. അതാണ്, നിങ്ങളെല്ലാം പ്രലോഭനങ്ങളിൽ ഞാൻ വീണ് തരുന്നുണ്ട്. കാരണം എനിക്കിതൊക്കെ ഒരു രസം.
മനസ്സിലായോ? ഞാൻ ഒരു ജ്ഞാനിയാണ്. ജ്ഞാനി. എനിക്കെല്ലാം അറിയാവോ. നിങ്ങളൊക്കെ എന്നെ എന്തു തരം പ്രലോഭനത്തിൽ പെടുത്തിയാലും ഞാൻ തെന്നി അടിച്ചത് വീഴും. മനസ്സിലായല്ലോ? നിങ്ങളുടെ എല്ലാം പ്രലോഭനത്തിലാണ് ഞാനിപ്പോ. അതുപോലെ നേരെ തിരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ അല്ല, ആണെന്നുണ്ടെങ്കിൽ ആണ്. ആദ്യം സ്വയം അംഗീകരിക്കാനുള്ള മൈൻഡ് ഉണ്ടാകണം. ഈ മനുഷ്യലോകത്തിരിക്കുമ്പോൾ നമ്മളെല്ലാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രലോഭനങ്ങളിൽ പെട്ടും പെടാതെയൊക്കെ ഇങ്ങനെ ജീവിക്കും. എല്ലാം അനുഭവിക്കണം. ഞാനീ എന്താ കല്യാണം കഴിക്കാത്തത്? എടാ എന്താ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ കുറെ വർഷമായിട്ട് എൻ്റെ കൂടെ ഒരു ആണിനെ നീ കാണുന്നില്ല? അതുപോലെ ഞാൻ അതിന്റെ പുറത്തേക്കൂടി വേറെ കുറെ കോന്തന്മാരെ കൂടെ എനിക്ക് വെച്ച് കിട്ടിത്തരണം. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക.